നമസ്കാരം, ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ 20 മുതൽ ഏപ്രിൽ 26 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫലസൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ലളിതമായിട്ടുള്ള ഭാരതീയ ആചാരപ്രകാരമുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് എന്നറിയാം. പരിഹാരങ്ങളിൽ ഏറ്റവും പ്രാധാന്യം എന്ന് ഉദ്ദേശിക്കുന്നത് ജപമാണ്. ദിവസവും ജപിക്കുക. രാവിലെയും വൈകുന്നേരവും ജപിക്കാമെങ്കിൽ അത്രയും നല്ലത്. ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി, സമർപ്പണ മനോഭാവത്തോടുകൂടി ജപിക്കുക. ഫലസിദ്ധി അനുഭവസ്ഥർക്ക് ഉറപ്പാണ് എന്നുള്ള കാര്യവും അറിയുക. ക്ഷേത്ര ദർശനം, ക്ഷേത്രത്തിൽ കഴിയുമെങ്കിൽ ചെറിയ വഴിപാടുകളൊക്കെ കഴിപ്പിക്കുക. അത് നമ്മുടെ സമർപ്പണത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. ക്ഷേത്രത്തിൽ പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒരു മുഹൂർത്തകാലം 48 മിനിറ്റ് ക്ഷേത്രത്തിനുള്ളിൽ ഉണ്ടായിരിക്കണം. ആചാര്യന്മാർ പറയുന്നത് ക്ഷേത്ര ചൈതന്യം സൂക്ഷ്മ ശരീരത്തിലേക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു മുഹൂർത്തകാലം അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ സമർപ്പണ മനോഭാവത്തോടുകൂടി അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ദേവതാസ്ഥാന തൃപ്തി കൊണ്ട് ദോഷഫലങ്ങൾ അല്ലെങ്കിൽ ദോഷകാഠിന്യം കുറയ്ക്കുവാനും ശുഭഫലങ്ങളിലെ തടസ്സങ്ങൾ മാറ്റുവാനും കഴിയും എന്നുമാണ് ആചാര്യന്മാർ പറയുന്നത് എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഇനി വാരഫലമാണ്. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക്, അത് കോഴ്സസൊക്കെ കംപ്ലീറ്റ് ചെയ്തവർക്ക് തരക്കേടില്ലാത്ത ജോലി വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. ജോലിയുള്ളവർക്ക് ബെറ്റർ പൊസിഷന് വേണ്ടി ശ്രമിക്കാവുന്നതാണ്. അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് വരാം. അതുപോലെ തന്നെ കുറച്ചുകൂടെ ഒരു ബെറ്റർ പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ സാലറി ഹൈക്ക്, ശമ്പള കൂടുതലൊക്കെ വരാൻ ഭാഗ്യമുള്ളൊരു സമയമാണ്. നമുക്ക് റെഫറൻസ് കൊണ്ട് ഉയർച്ചയ്ക്കുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. അതുപോലെ തന്നെ പുതിയ കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കുവാനുള്ള യോഗമുണ്ട് വിദ്യാർത്ഥികൾക്ക്. ഇപ്പോൾ കോഴ്സസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എക്സാംസിലൊക്കെ വിജയം വന്നു ചേരുവാനുള്ള യോഗവുമുണ്ട്. പല കാര്യങ്ങളും ആരംഭിക്കുവാൻ പറ്റിയ സമയമാണെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പുതിയ കോഴ്സിന് വേണ്ടി നമ്മൾ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്യുക, ട്യൂഷൻ സെൻറ്ററിൽ ജോയിൻ ചെയ്യുക, മ്യൂസിക്, ഡാൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ആരംഭത്തിന് പറ്റിയൊരു വാരം കൂടിയാണ് എന്നുള്ള കാര്യം ഓർത്തുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് യങ്സ്റ്റേഴ്സ്, കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ച് അവരുടെ ടാലൻറ്റ് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ജീവിതത്തിൽ ഭാവിയിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുമെന്നുള്ളതിൽ സംശയം വേണ്ട. ചെറിയ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക്, കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ്. അവർക്ക് വരുമാനം വർദ്ധിക്കുവാനുള്ള യോഗമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. പുതിയ ബിസിനസ് എക്സ്പാൻഷൻ ഓർ ഡൈവേഴ്സിഫിക്കേഷൻ, ഇത് രണ്ടിനും അനുയോജ്യമായിട്ടുള്ള സമയമാണ്. വിവാഹ കാര്യങ്ങൾക്കും തരക്കേടില്ലാത്ത സമയമാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പരിചയം, പ്രണയത്തിലെത്തുവാനൊക്കെ ഭാഗ്യമുള്ളൊരു സമയമാണ് എന്നുള്ള കാര്യവും പ്രത്യേകിച്ചറിയാം. ഈ രാശിയിൽ വളരെ കുറച്ച് പേർക്ക്, ഒരു 10 to 20% ആൾക്കാർക്ക് ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, അത് പഴയ ബാധ്യത കൊണ്ടുവരുന്ന സാമ്പത്തിക പ്രയാസങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ജോലിക്ക് നമ്മൾ ശ്രമിച്ചിട്ടും കിട്ടാത്ത കഴിഞ്ഞ കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നവർക്കും ഒക്കെ ചെറിയ പ്രയാസങ്ങളുടെ സൂചന പ്രാർത്ഥന കൊണ്ട് മാറ്റാം എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. ഈ രാശിനാഥനായിട്ടുള്ള ചൊവ്വയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. അതുകൂടാണ്ട് ഭദ്രകാളി ക്ഷേത്രത്തിലെ ചൊവ്വാഴ്ചകളിൽ ദർശനം നടത്തിയ ഒരു മുഹൂർത്തകാലം അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. ഭദ്രകാളി ഇഷ്ടസുക്തം കിഴക്ക് ദർശനമായിട്ട് ദിവസവും ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. വൈകാരികമായിട്ട് ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യത ഈ ഭദ്രകാളി പ്രീതിയിലൂടെ തന്നെ പൂർണ്ണമായിട്ടും മാറ്റുവാൻ കഴിയും എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. സന്തോഷമായിരിക്കും. ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം. പൊതുവെ കാര്യങ്ങൾക്ക് ആദ്യം ഒരു തടസ്സം വന്നു ചേരുന്നില്ലേ എന്ന് തോന്നുന്ന ഒരു വാരമാണ്. അതുകൊണ്ട് ഒരു ആത്മവിശ്വാസക്കുറവ് പൊതുവെ ബിസിനസ് രംഗത്തുള്ളവർക്ക് വരാം. അതുകൊണ്ടൊരു ശ്രദ്ധ വേണം എന്നുള്ളതാണ്. ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണ് എന്ന് പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്. കുറച്ചു കാലമായിട്ട് കാര്യങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നടക്കാത്തത് കൊണ്ടുള്ള ഒരു ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഉണ്ടാകാം. അതിനാണ് ഈ ആദിത്യ ഹൃദയ സ്തോത്രം
സ്തോത്രം പ്രത്യേകം പറഞ്ഞു. വിദ്യാർത്ഥികൾക്കും പൊതുവെ കൂട്ടുകെട്ട് കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ സ്കൂളിലും കോളേജിലുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പ്രണയകാര്യങ്ങൾക്കും വിവാഹകാര്യങ്ങൾക്കും അത്ര നല്ലൊരു വാരമല്ല. വിവാഹാലോചനകൾ വരാനുള്ള ഭാഗ്യമുണ്ടെങ്കിലും നന്നായി ജാതകപ്പൊരുത്തം നോക്കി, സ്ഥാനതുല്യത എന്നൊക്കെ പറയും, അതൊക്കെ നോക്കി വേണം വിവാഹകാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാൻ എന്നുള്ള കാര്യവും പ്രത്യേകം അറിഞ്ഞിരിക്കുക. ബിസിനസ് എക്സ്പാൻഷന് പറ്റിയ ഒരു സമയമല്ല. അതിനായിട്ട് ലോൺ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തൽക്കാലം ഒഴിവാക്കുക. പാർട്ട്നേഴ്സിനെ പുതിയതായി സ്വീകരിക്കുന്നതും അത്ര ശുഭമായിട്ടുള്ളൊരു കാലമല്ല. അതായത് ദൈവാധീന കുറവെന്ന് പറയും. അപ്പോൾ നമ്മളെടുക്കുന്ന വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള തീരുമാനങ്ങൾ കൊണ്ട് പിന്നീട് പ്രയാസങ്ങൾ വരാം എന്നുള്ളത് കൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് പറയുന്നത്. ദൈവാധീനം വർദ്ധിപ്പിക്കുവാനായി വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ദിവസവും ശ്രീ വിഷ്ണു സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി മനസ്സിന് സമാധാനവും സന്തോഷവും വന്നു ചേരും. സന്തോഷമായിരിക്കും. മിഥുനം രാശി മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. വാഹനം കൊണ്ടൊക്കെ അധിക പണച്ചെലവ് വരാം. ഗൃഹത്തിന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിപ്പയർ വർക്കോ മെയിൻ്റനൻസ് വർക്കോ ഒക്കെ വരുന്നത് കൊണ്ടും ചിലവ് വരാം. കുടുംബത്തിൽ ആർക്കെങ്കിലും വിവാഹം, അതുമായി ബന്ധപ്പെട്ടുള്ള യാത്ര, അധിക പണച്ചെലവ്, ഇതിനുള്ള സാധ്യതകളുണ്ട്. ഓഫീസിലെ പല പേപ്പേഴ്സും ഒക്കെ, അതായത് ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഒക്കെ ശരിയാക്കുവാനായിട്ട് കുറച്ച് അലച്ചിലും പ്രയാസങ്ങളും ഒക്കെ വരാം. നമ്മുടെ ഇപ്പോൾ ഒരു ബില്ല് മാറുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവിചാരിതമായിട്ടുള്ള തടസ്സങ്ങൾ വരാം. അതേസമയം തന്നെ ചിലവ് ഓരോ ദിവസം കഴിയുന്തോറും കൂടി വരുന്നതായിട്ട് തോന്നാം എന്നുള്ളതാണ്. ചിലവ് ഏറുന്നൊരു വാരം തന്നെയാണ്, അതിൽ സംശയമൊന്നും തന്നെ വേണ്ട. എന്നാൽ അത്യാവശ്യം പണമൊക്കെ വന്നു ചേരും. ചെറിയ ബിസിനസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ നടത്തുന്നവർക്ക് അത് ഈ സ്റ്റാഗ്നേറ്റഡ് ആയിട്ടുള്ള സെയിൽസ് ഉണ്ടെങ്കിൽ, കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറേയൊക്കെ അങ്ങോട്ട് ചിലവായി പോകുവാനും അതുകൊണ്ട് സാമ്പത്തികമായിട്ട് അല്പം മെച്ചപ്പെടുവാനുമുള്ള ഭാഗ്യമുണ്ട്. എന്നാലും പുതിയ പ്രോജക്ട്സ്, അതായത് ഇപ്പോൾ സിനിമ, TV പ്രോജക്ട്സ് ആണെങ്കിലും മറ്റ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോജക്ട്സ് ഒക്കെ തൽക്കാലം മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. രാശിനാഥനായിട്ടുള്ള ബുധനെ പ്രത്യേകം പ്രാർത്ഥിക്കുക. അവതാര വിഷ്ണുവിനെ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നടത്തി അവിടെ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് നല്ലതാണ്. ശ്രീകൃഷ്ണ സ്തോത്രം കിഴക്ക് ദർശനമായി ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി ഐശ്വര്യം വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കർക്കിടകം രാശി പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം ആയില്യം. നേട്ടങ്ങളുടെ ഒരു വാരമാണ് എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള കണ്ടുമുട്ടൽ, അത് ഒരുപക്ഷെ നല്ല സൗഹൃദത്തിലെത്തുവാനോ പ്രണയത്തിലെത്തുവാനോ അല്ലെങ്കിൽ അതുകൊണ്ട് ചില ഉയർച്ച, ഹൈ കോൺടാക്ട്സിൽ ഒക്കെ ഉള്ളവരുമായിട്ടുള്ള ഒരു സൗഹൃദം കൊണ്ട് ജീവിതത്തിൽ കുറച്ചു കാലമായിട്ട് നടക്കാത്ത കാര്യങ്ങൾ എളുപ്പം നടന്നു പോകുവാനും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച, അതായത് വരുമാനം വർദ്ധിക്കുവാനുള്ള ഭാഗ്യവുമൊക്കെ ഈ വാരം കാണുന്നു. പുതിയ ജോലിയൊക്കെ ശ്രമിക്കുവാൻ പറ്റിയൊരു വാരമാണ്. IT ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് ബെറ്റർ കമ്പനീസ്, MNC പ്ലേസ്മെൻറ്റ്, അതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷന് ഭാഗ്യമുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ദൂരദേശത്തുള്ള എഡ്യൂക്കേഷൻ, ദൂരദേശത്തേക്ക് യാത്ര, ഇവയൊക്കെ വരാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം അറിയാം. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാനുള്ള യോഗമുണ്ട് എന്നുള്ളതുകൊണ്ട് ജാതകത്തിൽ ദോഷജാതകമാണെങ്കിൽ, അതായത് ചൊവ്വാദോഷം, രാഹുദോഷം, കേതുദോഷം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും ദോഷം അടിസ്ഥാനപരമായിട്ട് ജാതകത്തിലുണ്ട് എങ്കിൽ അത് പരിഹാരം ചെയ്ത് ഫലപ്രാപ്തിയിൽ എത്തിക്കുവാൻ ആയിട്ട് നമ്മൾ ജപധ്യാനാദികൾ അനുഷ്ഠിക്കുന്നതുമൊക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ വിവാഹകാര്യങ്ങളിൽ തടസ്സങ്ങൾ നീക്കുവാനായിട്ട് ശിവപാർവതി സ്തോത്രം കിഴക്ക് ദർശനമായി ഭക്തിപൂർവ്വം ജപിക്കുക. അതുകൊണ്ട് തന്നെ മറ്റ് കാര്യങ്ങളിൽ, ഇപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലുള്ള തടസ്സം, പൊതുവെ ബിസിനസ് രംഗത്തുള്ള തടസ്സം, ഇവയൊക്കെ തന്നെയും പൂർണ്ണമായി നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. പ്രശസ്തമായിട്ടുള്ള ശിവക്ഷേത്ര ദർശനം, വൈക്കം മഹാദേവ ക്ഷേത്ര ദർശനമൊക്കെ ഈ കാലത്ത്, ഈ വാരത്തിൽ നടത്തുന്നത് വളരെ നല്ലതാണ്. ഉത്തമമായിട്ടുള്ള ഫലപ്രാപ്തിക്ക് ഇത് വളരെയധികം സഹായിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം.
കാര്യങ്ങളിലൊക്കെ ആവർത്തിച്ച് തടസ്സം വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ഊർജ്ജസ്വലത കുറവ് ഈ വാരം പ്രതീക്ഷിക്കാം. ആരെങ്കിലും എന്തെങ്കിലും ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും അതിപ്പോൾ എന്തായാലും കുറേ അപ്ലൈ ചെയ്തതാണ്, ഒന്നും കിട്ടിയില്ല. അതുപോലെ എക്സാംസ്, കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുന്നവർക്കും കുറേ എഴുതി, അതുകൊണ്ട് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടായില്ല, ഞാൻ അവിടെ ശ്രമിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരു എക്സ്ക്യൂസായിട്ട് എടുത്തുകൊണ്ട് പല ശ്രമങ്ങളിൽ നിന്നും മാറി നിൽക്കുവാനുള്ള ഒരു താല്പര്യം വരുന്ന ഒരു വാരമാണ്. അത് പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ സമയത്ത് അങ്ങനെ ഒരു ചിന്ത വരാം. ഈ സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ചെറിയൊരു വരുമാന മാർഗമെങ്കിലും ലഭിക്കുവാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. എന്നാൽ ശരീരമാരോഗ്യം ഈ കാര്യങ്ങളിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈ സ്പീഡ് ഡ്രൈവിങ്, ഹൈ സ്പീഡ് റൈഡിംഗ് ഒന്നും ഒട്ടും പാടില്ല എന്നുള്ള കാര്യം അറിഞ്ഞോളുക. കൂട്ടുകെട്ട് കൊണ്ട് പഠന കാര്യങ്ങളിൽ താഴേക്ക് വരുവാനുള്ള സാധ്യത വിദ്യാർത്ഥികൾക്കുണ്ട് എന്നുള്ളതുകൊണ്ട് കൂട്ടുകെട്ട് കഴിയുന്നത് നിയന്ത്രിക്കുക, വിനോദം കഴിയുന്നതും കുറയ്ക്കുക. വീട്ടമ്മമാർക്ക് ഇതുപോലെ അധിക പണച്ചെലവും യാത്ര അലച്ചിൽ, ക്ലേശം, കൈകാലുകൾക്കൊക്കെ റൊമാറ്റിക് കംപ്ലയിൻസ് ഒക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ചും വേദന, പിന്നെ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാണ്ട് തന്നെ രാവിലെ മുതൽ ശരീരത്തിനൊരു ക്ഷീണവും ഒക്കെ വരാം. അത് വിദ്യാർത്ഥികളുടെ പഠന കാര്യങ്ങളിലെയും പ്രത്യേകം ബാധിക്കാം എന്നുള്ളതുകൊണ്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ സൂര്യൻ, അതായത് ആദിത്യന് പുഷ്പാഞ്ജലി ഞായറാഴ്ചകളിൽ കഴിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവിടെ ദർശനം നടത്തിയാലും ധാരാളം മതിയാകും. ആദിത്യ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. ആ ശ്ലോകം ജപിച്ചാൽ ധാരാളം മതിയാകുന്നതാണ്. സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് ജപിക്കേണ്ടത്. പ്രയാസങ്ങളൊക്കെ തന്നെ നീങ്ങിപ്പോകും. വിവാഹം, പ്രണയം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പറ്റിയൊരു വാരമല്ല, അത് മറ്റൊരു അവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. ഈ പരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും നീങ്ങി കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കന്നിരാശി ഉത്തര അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. വിവാഹകാര്യങ്ങളിൽ കുറച്ച് തടസ്സം, ആവർത്തിച്ച് തടസ്സം വരുന്നതായി അനുഭവപ്പെടാം എന്നുള്ളതാണ്. ശനിയുടെ ഒരു പ്രത്യേക സ്ഥിതി കൊണ്ട് സാധാരണഗതിയിൽ ആചാര്യന്മാർ പറയും കണ്ടക ശനിക്കാലമാണ്, ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുമ്പോൾ ഒന്ന് ആലോചന വേണം, കാരണവസ്ഥാനീയരുടെ അഭിപ്രായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ പറയാറുണ്ട്. അതായത് സീനിയർ പീപ്പിളിൻ്റെ ഉപദേശം നമ്മൾ സ്വീകരിക്കേണ്ട ഒരു വാരമാണ് വിവാഹകാര്യങ്ങളിൽ പ്രത്യേകിച്ചും. അതുപോലെ തന്നെ ബിസിനസ്സിൽ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി കെയർഫുൾ. അത് ചിലപ്പോൾ സ്റ്റാഗ്നേറ്റഡ് ആകാം, അല്ലെങ്കിൽ അല്പം നഷ്ടത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കാം എന്നുള്ളതുകൊണ്ട് ഒരു സ്വയം നിയന്ത്രണം അത്യാവശ്യമാണ് ഏത് ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റിലും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെയർ മാർക്കറ്റ് രംഗത്തൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അതിൽ വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക. ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ട്, അതിനെയാണ് പണ്ട് ആചാര്യസ്ഥാനീയർ എന്ന് പറയുന്നത്, ആ സബ്ജക്റ്റിലെ എക്സ്പേർട്ടിനെ കൊണ്ട് നമ്മൾ ഉപദേശം സ്വീകരിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. വീട് പണിയിൽ അധിക പണച്ചെലവ് വരാം. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കണം എന്നില്ല, എന്നാലും പണം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. ലോൺ, ക്രെഡിറ്റ് സൗകര്യങ്ങളൊക്കെ വരാം. പഴയ ബാധ്യതകൾ, കടമൊക്കെ ഉണ്ടെങ്കിൽ അല്പമെങ്കിലും കുറച്ച് അതുകൊണ്ട് മനസ്സിന് സമാധാനം വന്നു ചേരുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. അഭിപ്രായ വ്യത്യാസം ലഘൂകരിക്കേണ്ട ഒരു വാരമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്യരുടെ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, വീട്ടിൽ തന്നെ അഭിപ്രായം പറയുന്നതിൽ സ്വയം ഒരു നിയന്ത്രണം വേണം എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. ബുധനാഴ്ചകളിലും വ്യാഴാഴ്ചകളിലും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക. ദിവസവും നാരായണീയ പാരായണം, ശ്രീരാമ അവതാര വർണ്ണനം പാരായണം കൊണ്ട് കുടുംബ ബന്ധത്തിലെ പ്രയാസങ്ങൾ കുറയ്ക്കുവാനും മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കുവാനും ഈ പാരായണം വളരെയധികം സഹായിക്കും എന്നറിയാൻ സന്തോഷമായിരിക്കും. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. പഴയ ബാധ്യതകൾ കുറേ അലട്ടുകയായിരുന്നു. കഴിഞ്ഞ ചില വാരങ്ങളായിട്ടേ അതിനെക്കുറിച്ചുള്ള ചിന്തയുണ്ട്. അതുകൊണ്ട് മനസ്സൽപ്പം വിഷമിച്ചായിരിക്കും എന്നുള്ള കാര്യം ആ ഗ്രഹസ്ഥിതിയിൽ സൂചനയുണ്ട് എന്നുള്ളതാണ്. ചെലവ് കൂടി വരുന്നു, അതിനനുസരിച്ചിട്ട് വരുമാനം വർദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു സൂചന. അതുകൊണ്ട് ചില മനസ്സിന് വിഷമം, ടെൻഷൻസ്, പ്രത്യേകിച്ച് പഴയ ലോണും ബാധ്യതയൊക്കെ ഉള്ളവർ എങ്ങനെ ഇതിൻ്റെ ഒരു റീപേയ്മെൻറ്റ് പോസിബിൾ ആവുന്നു എന്നൊക്കെ ഓർത്തിട്ട് കുറച്ചൊരു വിഷമം ഉണ്ടായിരുന്നു കഴിഞ്ഞ വാരങ്ങളിൽ. അതുപോലെ തന്നെ ഈ വാരവും അതുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് പ്രാർത്ഥന
പ്രാർത്ഥന അത്യാവശ്യം. പ്രാർത്ഥന കൊണ്ട് ഈ പ്രയാസങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ഒന്ന് കുറയും. മുഴുവനും നമുക്ക് ഒരു പ്രഭാതത്തിൽ നമുക്ക് മാറ്റുവാൻ കഴിയില്ല, പക്ഷെ അത് കുറയ്ക്കുവാൻ കഴിയും, അല്ലെങ്കിൽ ദേവി കാണിച്ചു തരും എങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിത പ്രയാസങ്ങൾ കുറയ്ക്കുവാൻ കഴിയും എന്നുള്ളത് ദൈവം തന്നെ കാണിച്ചു തരും എന്നുള്ളതിൽ സംശയം വേണ്ട. അതിനായിട്ട് കനകധാരാ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം എന്നാരംഭിക്കുന്ന ആ സ്തോത്രം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് രാവിലെയും വൈകുന്നേരവും ജപിക്കുക. വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തി ഈ സ്തോത്രം 12 പ്രാവശ്യം ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് ജപിക്കുക. സാമ്പത്തിക പ്രയാസങ്ങൾ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിലെ തീരുമാനങ്ങളൊക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. കലഹമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓഫീസിലായാലും ഗൃഹത്തിലായാലും അതുപോലെ അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതൊക്കെ തൽക്കാലം ഒന്ന് ഒഴിവാക്കിക്കോളൂ. വെള്ളിയാഴ്ചകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ പറഞ്ഞ പരിഹാരങ്ങൾ അനുഷ്ഠിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങി മനസ്സിന് സമാധാനവും സന്തോഷവും വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. സാമ്പത്തികമായി അല്പം മെച്ചപ്പെടാനുള്ള ഒരു ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. അവിചാരിതമായിട്ട് അല്പം പണം ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ബാധ്യതയൊക്കെ അല്പം കുറയ്ക്കുവാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു വാരമാണ്. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകുവാനുള്ള ഭാഗ്യമുണ്ട്. അതുപോലെ പ്രണയം വിവാഹത്തിലെത്തുവാനുള്ള യോഗമുണ്ട്. ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളി നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഒരു കാലമാണ് എന്നുള്ളതുകൊണ്ടാണ് വിവാഹ കാര്യങ്ങൾക്ക് ഏറെ പ്രാധാന്യം കാണുന്ന. കുടുംബ ബന്ധങ്ങളിലുണ്ടായിരുന്ന ശൈഥില്യം, നമ്മൾ പറയും അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് വരുന്നതാണ്. അതൊക്കെ ഒന്ന് കുറയുവാനും ഭാഗ്യമുണ്ട്. കുടുംബത്തിൽ പാർട്ടിഷനൊക്കെ നടക്കുവാനും അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും വസ്തു അധീനത്തിൽ വന്നു ചേരുവാനും ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ പുതിയ ജോലിക്ക് ഏർപ്പെടാനുള്ള ഭാഗ്യമുണ്ട്. MNC പ്ലേസ്മെൻറ്റ്, അതുപോലെ നല്ലൊരു പൊസിഷനിലെത്തുവാനുള്ള പ്രൊമോഷൻ, അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സ്, ഇവയൊക്കെ വരാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ച്. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികളുടെ പഠന കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അലസത കൊണ്ട് മറ്റു ചില പ്രയാസങ്ങൾ വിദ്യാഭ്യാസമായിട്ട് അക്കാഡമിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അവർക്കുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഈ പ്രയാസങ്ങളൊക്കെ പൂർണ്ണമായിട്ടും നീക്കുവാനായി സർപ്പപ്രീതി വരുത്തുക. അടുത്ത ക്ഷേത്രത്തിലെ നാഗരാജാവിനും നാഗയക്ഷയ്ക്കും നാഗചാമുണ്ഡി പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ അങ്ങനെ അവിടെ ചെയ്യേണ്ട കാര്യം മഞ്ഞളും പാലും സമർപ്പിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ശ്രീ നാഗരാജ അഷ്ടോത്തര ശതനാമാവലി ജപിച്ചോളൂ. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ വന്നു ചേരുന്ന വാരമാണ്. പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങളിലൊക്കെ കുറച്ചു കാലമായിട്ട് ഈ തടസ്സപ്പെട്ടിരുന്ന അല്ലെങ്കിൽ മുടങ്ങിക്കിടന്നിരുന്ന ആലോചനകളൊക്കെ ഒരുപക്ഷെ തിരിച്ചു വരാനോ അല്ലെങ്കിൽ പുതിയ വിവാഹാലോചനകൾ ലഭിക്കുവാനുമുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം അറിയാം. അതുപോലെ പുതിയ കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. പുതിയ ഒരു പഠന രീതി തിരഞ്ഞെടുക്കുവാനുള്ള യോഗം, പൊതുവെ എൻട്രൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസോ ഒക്കെ എഴുതുന്നവർക്ക് വളരെയധികം നേട്ടങ്ങൾക്കുള്ള ഭാഗ്യമുള്ള ഒരു വാരമാണെന്നുള്ളതുകൊണ്ട് ഒരു ഓർഗനൈസ്ഡ് പ്രിപ്പറേഷൻ അത്യാവശ്യം, ഒരു ഗൈഡൻസ് ആവശ്യമുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് കോച്ചിങ് സെൻറ്ററിലോ ട്യൂഷൻ സെൻറ്ററിലോ ഒക്കെ പോകുന്നത് നന്നായിരിക്കും. അതുപോലെ ജീവിതത്തിൽ പല നേട്ടങ്ങളും വന്നു ചേരാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. എന്നാൽ എല്ലാ കാര്യങ്ങളിലും ആദ്യം ഒരു തടസ്സം വരുന്നതുകൊണ്ട് അല്പം ഒരു ആത്മവിശ്വാസ കുറവ് വരാം എന്നുള്ളതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ആത്മവിശ്വാസം വർദ്ധിക്കുവാനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം വിഷ്ണു പ്രീതി വരുത്തുക എന്നുള്ളതാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിക്കൊള്ളൂ. അവിടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ശ്രീ വിഷ്ണു അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. വിവാഹ കാര്യങ്ങളിലെ തടസ്സങ്ങൾ ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ നീങ്ങി കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും വന്നു ചേരും എന്നുള്ളതിലും സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മകരം രാശി, ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം.
സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ കാണുന്നു. MNC പ്ലേസ്മെൻ്റ് ഒക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. നേട്ടങ്ങൾ വന്നു ചേരാനും ശമ്പള കൂടുതൽ അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് ഇവയും വന്നു ചേരുവാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു. ദൂരസ്ഥലത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ട്രാൻസ്ഫർ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ശ്രമിക്കുവാൻ പറ്റിയ ഒരു കാലമാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ഹയർ എഡ്യൂക്കേഷനുള്ള ഭാഗ്യം പ്രത്യേകിച്ച് കാണുന്നു എന്നുള്ളതുകൊണ്ട് മെഡിക്കൽ, എൻജിനീയറിംഗ്, മാനേജ്മെൻറ്റ് ഫീൽഡിലൊക്കെ ഉള്ളവർ അതിനുവേണ്ടി കാര്യമായിട്ട് ശ്രമിച്ചോളൂ. അതിനോട് വേണ്ടി കാര്യമായിട്ട് ശ്രമിക്കുക. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാനുള്ള ഭാഗ്യമുണ്ട്. പ്രണയം വരാനുള്ളൊരു യോഗമുണ്ട്. ആ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ആ മൈൻഡ് സെറ്റുള്ളവർക്കും അത് വരാനുള്ള ഭാഗ്യമുണ്ട്. പ്രണയം വിവാഹത്തിൽ എത്തുവാനുള്ള യോഗമുണ്ട്. നല്ലൊരു സൗഹൃദമൊക്കെ വരുന്ന ഒരു വാരമാണ്. ആ സൗഹൃദം കൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ, ബിസിനസ്സിലൊക്കെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ അങ്ങോട്ട് നീങ്ങുക, അല്ലാതെ ഹൈ കോൺടാക്ട്സ് കൊണ്ട് നമുക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകാമല്ലോ. അങ്ങനെയൊക്കെ അനുകൂലമായിട്ടുള്ള പല സൂചനകൾ കാണുന്നു. ഹോം അപ്ലയൻസസൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം, വാങ്ങുവാനുള്ള ഭാഗ്യം, അതിനാവശ്യമായിട്ടുള്ള ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങൾ ലഭിക്കുവാനുള്ള യോഗം, പുതിയ വാഹനമോ വീട് പണിക്കോ ഒക്കെ ഭാഗ്യമുള്ളൊരു വാരം കൂടിയാണെന്ന് പ്രത്യേകിച്ചറിയാം. പൊതുവെ അനുകൂലമായിട്ടുള്ള ഫല സൂചനകളാണ് കാണുന്നത്. തടസ്സങ്ങൾ നീക്കുവാനായി മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. അടുത്ത ക്ഷേത്രത്തിൽ ഗണപതി ഹോമം കഴിപ്പിക്കുക. തിങ്കളാഴ്ച തടസ്സങ്ങൾ കുറയും. ശ്രീ ഗണേശ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി ഐശ്വര്യം വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കുംഭം രാശി അവിട്ട അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. അകാരണമായിട്ടുള്ള ടെൻഷനൊക്കെയുള്ള ഒരു വാരമാണ്. കഴിഞ്ഞ കാലത്തും കഴിഞ്ഞ വാരങ്ങളിലും അങ്ങനെ തന്നെ ആയിരുന്നു. ഒരുപക്ഷെ ഏകാന്തതയൊക്കെ ടെൻഷൻ വർദ്ധിപ്പിക്കുന്ന ഒരു കാലമാണെന്ന് പ്രത്യേകിച്ച് അറിയുക. കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് ശ്രദ്ധിക്കണം. പൊതുസ്ഥലത്ത് വെച്ചൊക്കെ അഭിപ്രായം പറയുന്നത് അവിചാരിതമായിട്ടുള്ള ശത്രുത ഉണ്ടാക്കുന്ന ഒരു വാരമാണ് എന്നറിയുക. അതുപോലെ ഓഫീസിലായാലും അന്യരുടെ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നുള്ള ഒരു അഭിപ്രായം പറയുന്നത് കൊണ്ട് പിന്നീട് പ്രയാസങ്ങൾ വരാം. ഗൃഹത്തിലും അതുപോലെ തന്നെ ഒരു നിയന്ത്രണം വേണം, പെരുമാറ്റത്തിലൊരു നിയന്ത്രണം വേണം. പല കാര്യങ്ങളിലും ഒരു പുഞ്ചിരിയോടുകൂടി മറുപടി കൊടുക്കുന്നതൊന്ന് വൈകിപ്പിക്കുന്നത് നല്ലതാണ്. കാരണം വൈകാരികമായിട്ടുള്ള ടെൻഷൻസ് ഏറെ കാണുന്നു. അതുപോലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ടോ എന്നുള്ളതുകൊണ്ട് യാത്രയായാലും ഓഫീസിലെ ഡോക്യുമെൻറ്റ്സ് ആയാലും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആരോപണ വിധേയനാകാനുള്ളൊരു സാധ്യതയുള്ളതുകൊണ്ട് പവർ ആൻഡ് അതോറിറ്റി ഉള്ള പൊസിഷൻസിലിരിക്കുന്നവർ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ഒരു സെക്കൻഡ് തോട്ട്, ഒരു ലീഗൽ അഡ്വൈസൊക്കെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കുന്നത് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ വളരെ ഓർഗനൈസ്ഡായിട്ട് ശ്രദ്ധ തിരിക്കുന്ന എന്തെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട്, ലൈക്ക് മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് വളരെ കഠിനം എന്ന് പറയുന്നില്ല, വളരെ സ്മാർട്ടായിട്ട്, ഇപ്പോൾ അങ്ങനെയാണല്ലോ ഹാർഡ് വർക്ക് എന്നല്ല പറയുന്നത്, സ്മാർട്ട് വർക്ക് എന്നാണ് പറയുന്നത്. സ്മാർട്ടായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. വിജയം വരുവാൻ സാധ്യത ഏറെയുള്ള വാരമാണ്. അതുപോലെ പഠനകാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് അലസതയും ഒക്കെ വരാം. ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരും അതുപോലെ തന്നെ ഇതൊക്കെ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ചിന്ത വരും. ഒരു ആത്മവിശ്വാസക്കുറവ്, വളരെ കാര്യമായിട്ട് പഠിക്കാനിരിക്കുമ്പോൾ ശരീരത്തിനൊരു ക്ഷീണം, ഉറങ്ങാനുള്ളൊരു ടെൻഡൻസി, ഒരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻഡിഫറൻസ് എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ വരുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ രാശിയിൽ ജനിച്ച കുട്ടികളുടെ മാതാപിതാക്കൾ കുട്ടികളുടെ പഠന കാര്യങ്ങളിലൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ എന്നുള്ള ശ്ലോകം രാവിലെ 9 പ്രാവശ്യവും വൈകുന്നേരം 9 പ്രാവശ്യവും ജപിച്ചോളൂ. പഠനകാര്യങ്ങളിലെ പ്രയാസങ്ങളൊക്കെ നീങ്ങും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. അതുപോലെ വിവാഹകാര്യങ്ങളിൽ ജാതകപ്പൊരുത്തമൊക്കെ നോക്കി വേണം മുന്നോട്ട് പോകാനായിട്ട്. വിവാഹകാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ കാണുന്നുണ്ട്. ഈ തടസ്സങ്ങളൊക്കെ നീക്കുവാനായിട്ട് ശനിപ്രീതി അത്യാവശ്യം വരുത്തണം. ശനിപ്രീതി വരുത്തുന്നതുകൊണ്ട് ശനിയാഴ്ചകളിൽ വ്രതമെടുത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനിക്ക് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വരുവാനുള്ള തടസ്സങ്ങൾ പൂർണ്ണമായി നീങ്ങി കുടുംബത്തിൽ ഐശ്വര്യം വരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കുക. ശനി സ്തോത്രം ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ പ്രയാസങ്ങളും ഭഗവാൻ നീക്കിത്തരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക.
മീനം രാശി പൂരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. അലർജിക് കണ്ടീഷൻസ്, സ്കിൻ ട്രബിൾസ്, അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രയാസങ്ങൾക്കുള്ള സാധ്യത ഏറെയാണ്. വൈകാരികമായിട്ട് ചെറിയ പ്രയാസങ്ങൾ കാണുന്നു. ഒരുപക്ഷെ ഗൃഹത്തിൽ തന്നെ എന്തോ ടെൻഷൻസൊക്കെ വരുന്ന ഒരു സമയമാണ് എന്നുള്ളതുകൊണ്ട് സംസാരം പ്രത്യേകം ശ്രദ്ധിക്കണം, പെരുമാറ്റവും പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ വേണ്ടപ്പെട്ടവരെ അകന്നു പോകുവാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞത്. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ താല്പര്യം കുറയുന്ന ഒരു വാരമാണ്. കൂട്ടുകെട്ടുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഒരു സ്വയം നിയന്ത്രണം കൊണ്ട് ഇതിലൊക്കെ ഒരു റെസ്ട്രിക്ഷൻ, ഒരു കൺട്രോൾ ഇമ്പോസ് ചെയ്യാൻ കഴിയും. അതായത് കൂട്ടുകെട്ടൊന്ന് ലിമിറ്റ് ചെയ്യുക, രാത്രികാല സഞ്ചാരം കുറയ്ക്കുക. അതുപോലെ പിക്നിക്കിനൊക്കെ പോകുന്നതിന് അതിനൊന്നും അത്ര പറ്റിയൊരു സമയമല്ല. ശരീരത്തിന് ചെറിയ ഇഞ്ചുറിയോ അല്ലെങ്കിൽ ചെറിയ ആരോഗ്യ പ്രയാസങ്ങളോ വരുന്ന ഒരു വാരമാണെന്നും പ്രത്യേകിച്ചറിയുക. അതുകൊണ്ട് തന്നെയാണ് രാത്രികാല സഞ്ചാരം, ഹൈ സ്പീഡ് ഡ്രൈവിംഗ്, റൈഡിങ്ങും ഒക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒരു സെക്കൻഡ് തോട്ട് വേണം എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. ജാതക പരിശോധന വളരെ നല്ലതാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണം വേണ്ട ഒരു വാരമാണ്. നേരത്തെ സൂചിപ്പിച്ചു, അലർജിക് കണ്ടീഷൻസും ചെറിയ പ്രയാസങ്ങളും ഒക്കെ വരാം. അതുകൊണ്ട് മരുന്ന് കഴിക്കുമ്പോഴും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പുറത്തുനിന്നുള്ള ആഹാരവും കഴിയുന്നതും ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. പൊതുവെയുള്ള പ്രയാസങ്ങളൊക്കെ നീക്കി ഐശ്വര്യം ലഭിക്കുവാനായിട്ട് ഞായറാഴ്ചകളിൽ വ്രതമെടുത്ത് ശിവക്ഷേത്ര ദർശനം നടത്തുക. ഓം ഹ്രീം നമ ശിവായ മന്ത്രം ദിവസവും 108 പ്രാവശ്യം ജപിച്ചോളൂ. അതുപോലെ തന്നെ സർപ്പക്ഷേത്രം, നാഗരാജ ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ നാഗർക്ക് പാലും മഞ്ഞൾപ്പൊടിയും നൽകുക. ഇതൊക്കെ കൊണ്ട് പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ഈ പ്രോഗ്രാമിലേക്ക് ധാരാളം മെയിൽസ് വരുന്നുണ്ട്. സെലക്ട് ചെയ്ത മെയിൽസിനാണ് ഈ പ്രോഗ്രാമിലൂടെ റിപ്ലൈ നൽകുന്നത്. മെയിൽ ഐ ഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിൽ ഐ ഡിയിലേക്ക് നമുക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, ഏത് ബിസിനസ്സാണ് സ്യൂട്ടബിൾ, അല്ലെങ്കിൽ ഏത് വിദ്യാഭ്യാസ രംഗമാണ് അനുയോജ്യം, ഇപ്പോൾ നല്ല സമയമാണോ, എന്താ ഇങ്ങനെ ആവർത്തിച്ച് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്നു, ഇത്തരത്തിലുള്ള എന്ത് ചോദ്യവും ആകാം. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം, ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇനി കഴിഞ്ഞ ചില വാരങ്ങളായിട്ട് വന്ന മെയിൽസിൽ നിന്നും തിരഞ്ഞെടുത്ത 2-3 മെയിൽസിനുള്ള മറുപടിയാണ്. ആദ്യത്തെ മെയിൽ മിസ് ദേവിക ചരുണി, ടി നഗർ, ചെന്നൈ. ഐ എം 41 എന്നാണ് പറയുന്നത്. പുണർദം, കടകരാശി. മൈൻ ഈസ് എ ബിസിനസ് ഫാമിലി. ഐ am an MBA from US, working in an MNC. Idea of marriage now came to me. അപ്പോൾ ഇത്രയും കാലം വിവാഹത്തെക്കുറിച്ചുള്ള ചിന്ത വന്നില്ല. 41 എന്ന് പറഞ്ഞിട്ടുണ്ട്, വയസ്സ് 41 എന്ന് പറഞ്ഞിട്ടുണ്ട്. Now I want to get married. Is there any possibility of me getting married now? It has become very late, I know, but that thought came to me only recently എന്ന് മിസ് ദേവിക ചരുണി പറഞ്ഞിട്ടുണ്ട്. ജാതകത്തിൽ 7 ശനി, മലയാളം ശരിക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. യു ഹാവ് ശനി ഇൻ ദ 7th house, and so that's the reason why the marriage is getting delayed. Don't worry about it. The present period is good for marriage. You can seek for marriage now, and your 7th house is relatively strong, so it has got some connection with Shukra as well. So we can say that you will get a handsome husband, and he might be an artist or he might be working in a very creative field, and the marriage is likely to take place within the next 9 months, and you are going to be happy about the marriage, and everything is going to come out very well. What you have to do is observe Monday Vridam and chant Shiva Parvati Stotram every day facing eastern direction, and everything is going to be very happy for you. Be confident and happy. നെക്സ്റ്റ് മെയിൽ, അടുത്ത മെയിൽ ശ്രീ പീതാംബരൻ ആറ്റിങ്ങലിൽ നിന്നാണ്. മകൻ 18 വയസ്സ്, ചോദ്യ നക്ഷത്രം. പഠനം വളരെ മോശം, എന്ത് പഠിക്കണം എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ജാതകത്തിൽ മെഡിക്കൽ ഫീൽഡാണ് കാണുന്നത്, പക്ഷേ പഠനം അത്ര നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ പാരാമെഡിക്കൽ ഫീൽഡാകാം, നഴ്സിംഗ് ആകാം, ഇങ്ങനെയുള്ള മെഡിക്കൽ ഫീൽഡുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ആകാം, ഈ പെർഫ്യൂഷൻ ടെക്നോളജി ഉണ്ട്, അങ്ങനെയുള്ള മെഡിസിൻ വൈദ്യരംഗവുമായിട്ടുള്ള ബന്ധപ്പെട്ട ഏതെങ്കിലും കോഴ്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ രംഗത്ത് തന്നെ വരും. മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനും ആകാം, ആ രംഗത്ത് തന്നെ വരാനുള്ള ഭാഗ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ സമയം അത്ര അനുകൂലമല്ലാത്തത് കൊണ്ടാണ് ഈ പരീക്ഷകളിലൊക്കെ എക്സാംസിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. വിഷമിക്കാനൊന്നും തന്നെ ഇല്ല, ആൾ വളരെ ഭാഗ്യവാനാണ്.
ഭാഗ്യസ്ഥാനാധിപൻ വളരെ ബലവാനായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് വിദേശബന്ധവും വിദേശധനവും ഒക്കെ വരാനുള്ള ഭാഗ്യമുണ്ട്. ഇപ്പം ചെയ്യേണ്ട കാര്യം പ്രത്യേകിച്ച് പ്രാർത്ഥനകൾ വേണം. മഹാലക്ഷ്മി സ്തോത്രം കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. എല്ലാ തടസ്സങ്ങളും നീങ്ങി ഐശ്വര്യം വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ശ്രീമതി മധു എന്നാണ് എഴുതി. ശ്രീമതി മധു ഷൊർണൂരിൽ നിന്നാണ്. മകൾ യാമിനി 19 years, പൂയം നക്ഷത്രം, ഡൂയിങ് MBBS. യെസ്, ഷി സിങ്സ് വെരി വെൽ. വെൻ ഈസ് ഷി ഗോയിങ് ടു ഗെറ്റ് മാരീഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 19 വയസ്സേ ആയിട്ടുള്ളൂ. ഈ വയസ്സും MBBS ആയിരിക്കാം. വയസ്സിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ഈ ജാതകം അനുസരിച്ചിട്ട്, കൊടുത്തിട്ടുള്ള ജാതകം അനുസരിച്ച് കുറച്ച് വൈകിയുള്ള വിവാഹമായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ശനി ദൃഷ്ടിയുണ്ട്, പിന്നെ ചൊവ്വയുടെ ഒരു സ്വാധീനവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിവാഹ ജീവിതം ശ്രദ്ധയോടുകൂടി വേണം സ്വീകരിക്കാൻ എന്നുള്ളതാണ്. സ്വന്തം ആയിട്ട് തിരഞ്ഞെടുക്കുന്ന ഒട്ടും നല്ലതല്ല ഈ ജാതകത്തിന്. പിന്നെ ശുക്രൻ ഉച്ചസ്ഥനാണ്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഷീ ഈസ് ലൈക്ലി ടു കം അപ്പ് ഇൻ ദി ഫീൽഡ് ഓഫ് മ്യൂസിക് ഓർ ഡാൻസ്. അതിന് സംശയമൊന്നും തന്നെ വേണ്ട. നല്ലൊരു സ്ഥിതിയിലെത്തും. കലാരംഗവുമായി ബന്ധപ്പെട്ട് വരുമാനവും പ്രശസ്തിയും ഒക്കെ കാണുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ ഫീൽഡിലും പ്രശസ്തി വരും. നന്നായിട്ട് പഠിച്ച് നല്ല നിലയിലെത്താനുള്ള ഭാഗ്യമുണ്ട്. വിവാഹം തൽക്കാലം അത്ര ശുഭകരമായിട്ടുള്ള ആൾക്ക് വിവാഹം നടക്കാൻ യോഗമുള്ള സമയമാണ്. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വിവാഹം നടക്കുന്നതായിരിക്കും ശുഭം. കാരണം ജാതകത്തിലെ 7ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ പ്രയാസങ്ങളുണ്ട്. ആചാരപ്രകാരം തിങ്കളാഴ്ച വ്രതം എടുത്തോളൂ. വിവാഹ ജീവിതത്തിലെ തടസ്സങ്ങളും പ്രയാസങ്ങളും നീങ്ങി നല്ല വിവാഹബന്ധം തന്നെ വന്നു ചേരും. പിന്നെ ഒരു സൂചനയുണ്ട്, വിവാഹം കഴിക്കുമ്പോൾ ഈസ് ലൈക്ലി ടു ബി വെരി ഫെയർ ആൻഡ് വെരി ഹാൻസം. അങ്ങനെ ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ട്. ഇത് മാത്രമല്ല വളരെ ലവബിളായിട്ടുള്ള പേഴ്സണെ തന്നെ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. സന്തോഷമായിരിക്കും. ഇനി ഒരു മെയിലുണ്ട്. ശ്രീ ധനഞ്ജയൻ കോന്നിയിൽ നിന്നാണ്. പൂരം നക്ഷത്രം, 49 വയസ്സ്, ബിസിനസ് നഷ്ടം, ഫാർമസി ആയിരുന്നു. എങ്ങനെയാണ് ഭാവി? പൂരം നക്ഷത്രത്തിൻ്റെ രാശിയിൽ പറയുന്നുണ്ട്, കഴിഞ്ഞ കുറച്ചു കാലമായിട്ട്, ചില വർഷങ്ങളായിട്ട് ഒട്ടും അനുകൂലമായിട്ടുള്ള സമയമില്ല. പണം ഇങ്ങനെ ചിലവായി പോവുകയായിരുന്നു. ഇപ്പോൾ ലോൺ എടുത്താലും എവിടുന്ന് പണം വാങ്ങിയാലും കടം വാങ്ങിയാലും അതൊന്നും കയ്യിൽ നിൽക്കില്ല. എന്ന് മാത്രമല്ല ബാധ്യത കൂടി വന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ ഈ ജാതകത്തിൽ തന്നെ 12 വ്യാഴനാണ്. അപ്പോൾ ഏത് ബിസിനസ് നടത്തി എത്ര ലാഭം കിട്ടിയാലും അതൊക്കെ അങ്ങോട്ട് ചിലവായി പോകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ബിസിനസ് അത്ര അനുയോജ്യമല്ല എന്ന് സാരം. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഏതെങ്കിലും സ്ഥാപനത്തിൽ വർക്ക് ചെയ്യില്ല. ഫാർമസിയിൽ ഡിഗ്രി ഉണ്ട്, പിന്നെ ഫാർമസിയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുക. സ്വന്തമായിട്ട് ബിസിനസ് നടത്താൻ അത്ര അനുയോജ്യമായിട്ടുള്ളൊരു ജാതകമല്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ചെറിയ ബിസിനസ്സൊക്കെ ആകാം, എന്നാലും ജാതകത്തിൽ അത്ര അങ്ങോട്ടൊരു ശുഭത്വം ബിസിനസ്സിന് കാണുന്നില്ല. ഒരു കാര്യം ചെയ്തോളൂ, കനകധാരാ സ്തോത്രം ദിവസവും ഭക്തിപൂർവ്വം ജപിച്ചോളൂ. ഈ സാമ്പത്തിക പ്രയാസങ്ങൾ ക്രമേണ നീങ്ങും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കും. ഈ പ്രോഗ്രാമിലേക്ക് ഭാവിയെക്കുറിച്ച് അറിയുവാനായിട്ട് മെയിൽ അയക്കാവുന്നതാണ്. ഭാവിയെക്കുറിച്ച് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഇതെല്ലാം സയൻസ് ഓഫ് ടെൻഡൻസീസാണ്. അതിൽ എന്തെങ്കിലും തടസ്സവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പരിഹാരങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ നിർദ്ദേശിക്കുന്നതാണ്. വളരെ ലളിതമായിട്ടുള്ള ക്ഷേത്ര ദർശനം, ജപധ്യാനാദികൾ മാത്രമേ ഈ പ്രോഗ്രാമിലൂടെ നിർദ്ദേശിക്കാറുള്ളൂ എന്നുള്ള കാര്യവും പ്രത്യേകം അറിഞ്ഞിരിക്കുക. ഈ വാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ വാരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.